ഹേയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ്? ഇന്ന് സൺഡേ ആയിട്ടും നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഈവനിങ് അൽഫാം ആക്കാമെന്ന്. എന്നിട്ട് അൽഫാമിനുള്ള ചിക്കൻ പീസ് വാങ്ങിക്കൊണ്ട് വന്ന് മറ്റ് സാധാരണ പീസും വാങ്ങിന്. എന്നിട്ട് ഈ അൽഫാമിൻ്റെ പീസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഏട്ടൻ തന്നെ മസാലയെല്ലാം ആക്കി. മസാല എന്തെല്ലോ കായ്മുളകും പിന്നെ കായ്മുളകല്ല എന്തൊക്കെയോ ഇട്ടിട്ട് ആക്കുന്നുണ്ട്. അതിന് ഉള്ളിയെല്ലാം ഇട്ടിട്ട് അത് ഞാൻ നോക്കാൻ പോയിട്ടില്ല. ഞാൻ ഹെൽപ്പറേനും ബാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചു. കാരണം എൻ്റെ മോനെ ചൂട് സഹിക്കാൻ വയ്യ. എന്നിട്ട് ഐസ്ക്രീമും കഴിച്ചു. ഞാൻ ഹെൽപ്പറാണ്. ഇതെല്ലാം ഏട്ടൻ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഹെൽപ്പറായിരിക്കും. പാത്രം കഴുകാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനും തറിക്കാനും മുറിക്കാനും ഒക്കെ. എന്നിട്ട് ആൾ തന്നെ മസാലയെല്ലാം ആക്കി നന്നായിട്ട് അതിലിങ്ങനെ നമ്മളെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ട് ആൾ നന്നായിട്ട് ചിക്കനെ ആ ഒരു മസാലയിൽ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. മസാല കൂടിപ്പോയി. എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോ, നാളെ എന്തെങ്കിലും ആക്കിക്കോന്ന്. പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം ഇപ്പം പലയിടത്തും പലതും കേൾക്കുന്നു. എന്നാൽ ഓരോന്ന് കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധയേറ്റു എന്നുള്ള എനിക്കതെല്ലാം കേൾക്കുമ്പോൾ അതുകൊണ്ട് മയോണീസ് പിന്നെ ഇങ്ങനത്തെ മസാലയൊന്നും ഞാൻ എടുത്ത് വെക്കില്ല കേട്ടോ. എനിക്കെന്തോ ടെൻഷനാണ്, എന്തെങ്കിലും ആയാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ മസാലയൊന്നും എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് ആളിതാ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഭാഗം നോക്കൂല. കാരണം ഇത് ഇന്ന് ആളുടെ പാചകമാണ്. അതുകൊണ്ട് ഞാൻ നോക്കാൻ നിന്നിട്ടില്ല. എന്നിട്ട് ആൾ അവിടെ നിന്ന് എയർ ഫ്രയറിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ വേഗം എനിക്ക് പിന്നെ കഴുകാനും മറ്റുള്ളതെല്ലാം പണിയുണ്ട്. നമ്മളെ പൈപ്പാങ്ക് കുറച്ച് ലീക്കായതുകൊണ്ട് എന്തെല്ലോ പ്രോബ്ലം ഉണ്ട് പൈപ്പിന്. അവിടെ വെള്ളം കിച്ചണിലെ പൈപ്പിൽ മര്യാദക്ക് വെള്ളവും വരുന്നില്ല. ആകെ റിസ്ക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അൽഫാം റെഡി ആയിട്ടുണ്ട്. പിന്നെ മയോണീസും നമ്മൾ തന്നെ ആക്കുകയോ ചെയ്തേ. മയോണീസ് കുറച്ച് കൂടിപ്പോയി. 3 മുട്ട എടുത്തിന്. 3 പുഴുങ്ങിയ മുട്ട എടുത്തുകൊണ്ട് ഓയിലില്ലാണ്ട് പുഴുങ്ങിയ മുട്ടയും നമ്മളെ ചുവന്ന മുളകും പിന്നെ വെളുത്തുള്ളിയും നാരങ്ങ നീരും വെച്ചിട്ട് മാത്രം ആക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മയോണീസ് അടിപൊളിയാണ്. അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഒരു പക്ഷേ അതാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെന്തിനാ വെറുതെ ഈ ഓയിൽ ഒഴിച്ചിട്ട് വെറുതെ നമ്മളെ ആരോഗ്യം മോശമാക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മളെ മയോണൈസും റെഡിയായി, നമ്മൾ അൽഫാമും റെഡിയായി. പിന്നെ ഒരു പെപ്സിയും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും വലിയ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ആളാണ് ഈ പെപ്സിയൊക്കെ കുടിക്കുന്നത്. പെപ്സി അൽഫാമല്ലോ അല്ലേ, നമുക്ക് പറയാനല്ലേ അറിയൂ ഗൈസ്. ഞാനങ്ങനെയാണ് ഇവിടെ വലിയ ഘോരമായിട്ട് പ്രസംഗിക്കും ഹെൽത്തിനെ കുറിച്ചൊക്കെ. എന്നിട്ട് ഞാൻ തന്നെ ഹെൽത്തി അല്ലാത്ത ഫുഡും കഴിക്കും. എന്ത് ചെയ്യാനാണ്, എനിക്ക് പറയാനേ അറിയില്ല, പ്രവർത്തിക്കാൻ അറിയില്ല. അങ്ങനെ പറയാം. എന്നിട്ട് നല്ല അടിപൊളിയായിന് കേട്ടോ. അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ വലിയ അൽഫാം ലവറൊന്നുമല്ല. എനിക്കങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ അധികം വാങ്ങുമ്പോൾ എനിക്കും വാങ്ങും. അപ്പം പിന്നെ കഴിക്കാതെ വയ്യല്ലോ, അതുകൊണ്ട് ഞാനും കഴിക്കും. ഇപ്പം അത്രയേ ഉള്ളൂ. ബായ്.